മനോഹരമായ കാഴ്ചകൾക്കപ്പുറമാണ് സംഗീതത്തിനുള്ള സ്വാധീനം. ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തെ മറ്റെന്തിനേക്കാളും സ്വാധീനിക്കുന്നതാണ് സംഗീതത്തിൻ്റെ കാന്തിക ശക്തി. നിരാശയിലാണ്ടുപോയ ഹൃദയങ്ങൾക്ക് സാന്ത്വനമാകുവാൻ സംഗീതത്തിന് കഴിയും. സ്വർഗത്തിൽ എപ്പോഴും കേൾക്കുവാൻ കഴിയുന്നത് ദൂതന്മാർ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നതാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ എടുത്തുകൊള്ളപ്പെട്ട് കർത്താവിനോടുകൂടി ആയിരിക്കുമ്പോൾ അവിടെ മറ്റൊന്നുമല്ലുള്ളത്. ഇപ്പോഴും ആരാധനയും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ജന്മനാ അന്ധിയായ ഒരു പെൺകുട്ടി തൻ്റെ ശിഷ്ടജീവിതം ഒരു മുറിക്കുള്ളിൽ ജീവിച്ചു തീർക്കേണ്ട സ്ഥാനത്ത് ദൈവം ചില കഴിവുകൾ കൊടുത്തു. അനേകർക്ക് ഒരു ആശ്വാസമാക്കി തീർത്തു. സംഗീതത്തിൻ്റെ പ്രാഥമിക അറിവുകൾ പോലുമില്ലാത്ത ഫാനിക്ക് ദൈവം നൽകിയ കഴിവിലൂടെ ദൈവത്തെ പാടി ആരാധിക്കുവാൻ കഴിയുന്നു. പാടാനുള്ള കഴിവ് മാത്രമല്ല ദൈവം നൽകിയത്, കീബോർഡ് പ്ലേ ചെയ്യാനുള്ള കഴിവും ദൈവം നൽകി. തൻ്റെ ഗാനങ്ങളിലൂടെ അനേകർക്ക് ആശ്വാസമായി പ്രിയ ഫാനിയെ ദൈവം എടുത്തുപയോഗിക്കുന്നു. ക്രിസ്ത്യൻ ലെവിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പിന്നിട്ട പാതകൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രപഞ്ചം ദൈവം എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ ദൈവം അവസരങ്ങൾ തന്നു. അത് കാണുവാൻ, അനുഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ നമുക്ക് അവസരം ദൈവം തന്നു. എന്നാൽ ഈ മനോഹരമായ പ്രപഞ്ചം അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത, അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അനേകം വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ആ കുറവുകൾ ഉള്ള വ്യക്തിത്വങ്ങൾക്ക് ദൈവം അനേകം താലന്തുകൾ നൽകിയാണ് ഈ ഭൂമിയിലേക്ക് അവരെ വിട്ടത്. നമ്മുടെ ചുറ്റുപാടുമുള്ള അനേകരെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപാട് കഴിവുകളുള്ള വ്യക്തിത്വങ്ങളുണ്ട്. പാടുവാൻ, നല്ല പടങ്ങൾ വരയ്ക്കുവാൻ, മറ്റനേകം കഴിവുകളുള്ള അനേകം വ്യക്തിത്വങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആ പ്രിയ സഹോദരിക്ക് ഈ ഭൂമിയിലുള്ള ഒന്നും കാണുവാൻ കഴിയില്ല. എന്നാൽ മനോഹരമായി പാടുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ പ്രിയ സഹോദരിക്ക് ദൈവം കഴിവുകൾ നൽകിയിട്ടുണ്ട്. ഹായ് ഫാനി. ഹായ്. എന്ത് പറയുന്നു? കർത്താവിൻ്റെ കൃപയാൽ വളരെ സന്തോഷമായിരിക്കുന്നു. ഈ ചാനലിൻ്റെ മുന്നിൽ വരാൻ കഴിഞ്ഞതിൽ ഒത്തിരി ഭാഗ്യം. ഓക്കെ. എപ്പോഴും സംഗീതമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണോ ഇവിടെ? തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇവിടെ ആരാധനയുമായിട്ടൊക്കെ. ഓക്കെ. ഈ ദിവസങ്ങളിലൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു? ഇപ്പം ഒത്തിരി സൂം മീറ്റിങ്ങുകളിൽ ഉണ്ടായിരുന്നു. കൂടുതൽ സൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തത് ചെയ്തത്. ഓക്കെ. എങ്ങനെയായി സംഗീതത്തിലേക്ക് വരാനൊരു കാരണമുണ്ടായത്? എന്താണെന്നറിയില്ല, അതൊക്കെ ദൈവത്തിൻ്റെ ഒരു നിയോഗമോ എന്തോ. എത്ര വർഷമായി? എത്ര വർഷമായിട്ട് പാടാനും ഈ കീബോർഡ് ഉപയോഗിക്കാനും വർഷിപ്പ് ലീഡ് ചെയ്യാനായിട്ടും? കഴിഞ്ഞ വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല. മേലെയായി. സംഗീതമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പഠിക്കുവോ? അങ്ങനെ ക്ലാസ്സിൽ അങ്ങനെയൊന്നും പോയിട്ടില്ല. ബേസിക് ആയിട്ടുള്ളതൊന്നും അങ്ങനെ പഠിച്ചിരുന്നില്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട്, ദൈവത്തിന്റെ താലന്ത് ദൈവം തരുന്ന ആ ഒരു കൃപയില് എനിക്ക് ചെയ്യുന്നു. ആദ്യം പാടിയ പാട്ട് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ആദ്യം ഓഡീഷൻ സമയത്ത് പാടിയത് സത്യനായക ആ പാട്ടായിരുന്നു.
ഓക്കെ, നമ്മുടെ പഴയ പാട്ട്. നമ്മുടെ യൂത്തി വൈഫിന്റെ ഒഡീഷന്റെ റൗണ്ട് മുതൽ ഓക്കെ ഓക്കെ, അങ്ങനെ പാടി. അതാ ആദ്യം പാടുന്നത്. ഓക്കെ. പിന്നീട് ഈ വർഷിപ്പിലേക്ക് ലീഡ് ചെയ്യാനായിട്ട് വരാൻ ഏത് സമയത്ത്, എങ്ങനെ അതിൻ്റെ ഒരു? ഞാൻ 23-ാം വയസ്സിൽ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞുള്ള ആ സമയത്ത് മക്കറ്റിലൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ആ കൺവെൻഷനിൽ വിളിച്ചിട്ട് അങ്ങനെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് പാടാനായിട്ട് പ്രേരിപ്പിച്ചത്. ഓക്കെ. പപ്പായോ മമ്മിയോ പാട്ട് പാടുന്നവരാണോ? അല്ല, പാട്ട് പാടും ഒക്കെ സെലക്ട് ചെയ്ത് തരും. ഏത് പാട്ട് പാടണോ എന്നുള്ളതൊക്കെ പപ്പ ഇങ്ങനെ വെച്ച് പറഞ്ഞു തരും. കുടുംബത്തിൽ ആരെങ്കിലും ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് പാടുവോ, എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കുവോ, അങ്ങനെ എന്തെങ്കിലും? ഇൻസ്ട്രുമെന്റ് അങ്ങനെയില്ല, പാടും. അങ്ങനെ വേറെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ആരും അങ്ങനെയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരു പാട്ടാണ് ഇപ്പോൾ പാടിയത്, സത്യനായക. വളരെ നന്നായിട്ട് പാടി, കീബോർഡ് വായിച്ചു. താങ്ക് യു. വളരെ നന്നായിരിക്കുന്നു. എങ്ങനെയായി പാട്ടുകളൊക്കെ പഠിക്കുന്നത്? ഞാനിത് യൂട്യൂബിലൂടെ കേട്ട് ഫോൺ വഴി കേട്ടാ പഠിക്കുന്നതല്ലേ, എല്ലാം അത് വഴിയാണ് പഠിക്കുന്നത്. കീബോർഡ് ഒരു ബേസും പഠിക്കാതെ തന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്, അല്ലേ? അതെ. എൻ്റെ കൂടെ പപ്പായുടെയും മമ്മിയുടെയും സപ്പോർട്ടും ഗൈഡൻസും പ്രാർത്ഥനയും ഉണ്ട്.
ഓക്കെ. ഇതിൻ്റെ പിന്നിൽ ഒരു ദിവസം എത്ര സമയം മുഴുവൻ സമയം, പിന്നെ ഉച്ചയ്ക്ക് പിന്നെ ലഞ്ചിൻ്റെ ബ്രേക്കിൻ്റെ സമയം വരെ ചെയ്യുന്നുണ്ട്. പിന്നെ വൈകുന്നേരം പ്രാക്ടിച്ച് എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വായന തുടങ്ങും. ഓക്കെ. രാത്രി വരെ. ഓക്കെ. ഒരു പഴയ ഗാനം ഒന്ന് കേട്ടാലോ? ഏതെങ്കിലും ഒരു പഴയ ഗാനം ഒന്ന് പാടാം. അതെ അതെ. ഒന്നും കണ്ടിട്ടല്ല, കർത്താവിൻ്റെ നമ്മുടെ കാഴ്ചപ്പാടുകൾ കർത്താവിൻ്റെ പുറകെ വെച്ചാണ് ഈ സംഗീതം ആരംഭിച്ചത്. ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പാട്ടുകൾ പാടുവാനും കീബോർഡ് വായിക്കുവാനും ആരാധന ലീഡ് ചെയ്യാനും ഒക്കെ ദൈവം സഹായിച്ചു. അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് കരുതുന്നു, അല്ലേ? തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടൊന്ന് മാത്രമാണ്. കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യം അതിലുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് പേര് കീബോർഡ് പഠിക്കാനും ഒക്കെ പോയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനോ എന്നാൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തി അതൊരു സക്സസ്ഫുള്ളാക്കാനോ കഴിയാത്ത കുറേ പേരെ എനിക്കറിയാം. എന്നാൽ ഇതൊന്നും പഠിക്കാതെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം ഈ ഒരു സംഗീത ലോകത്തേക്ക് കടന്നു വരുവാൻ സഹായിച്ച ദൈവത്തിൻ്റെ ഒരു കൃപ മാത്രമാണ്, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ കൃപ തന്നെയാണ്. ഈ മലയാളം പാട്ടുകളല്ലാതെ മറ്റ് പാട്ടുകൾ എന്തെങ്കിലും മറ്റ് ഭാഷയിലുള്ള ഏതെങ്കിലും പാട്ടുകൾ പാടുമോ? ഹിന്ദി സോങ് പാടുന്നുണ്ട്, ഇംഗ്ലീഷ് പാടുന്നുണ്ട്, പിന്നെ കൂടാതെ തമിഴ് സോങ് പാടുന്നുണ്ട്. ഈ പറഞ്ഞ ഈ 3 ലാംഗ്വേജിലാണ് പാടാറ്. അതിലേതെങ്കിലും ഒരു പാട്ട് പെട്ടെന്ന് ഓർക്കുന്ന ഏതാ? ഞാൻ ഏറ്റവും അധികം ഓർക്കുന്ന ഒരു പാട്ട് തമിഴിൽ നീ സൊന്നാപ്പോഴും സേവ എന്നുള്ള ഒരു പാട്ടുണ്ട്. നല്ലൊരു ആരാധനാ ഗീതമാണ്. ആരാധനാ ഗീതം.
காற்றின் கடலை வடக்கிய உன் அற்புத வார்த்தைகள் எங்கள் துணையாய் நிற்பதா எனக்கேறு கவலை. நீ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடந்தே உன் பாதம் கேட்கிறேன் என் அன்பு இயேசுவே. நீ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடந்தே உன் பாதம் கேட்கிறேன் என் அன்பு இயேசுவே. ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே, ஆராதனை ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളുടെ ഈ പ്രപഞ്ചം ഒത്തിരി മനോഹരമാണ്. ആ പ്രപഞ്ചം ഫാനിക്ക് കാണാൻ, അല്ലെങ്കിൽ ഈ സൗന്ദര്യം, ഈ ഭൂമിയുടെ സൗന്ദര്യം കാണാൻ കഴിയാത്തതിൽ നിരാശയുണ്ടോ? ഒട്ടും നിരാശയില്ല. ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തെ കണ്ട് ഞാൻ ആരാധിക്കും. ഓക്കെ, അപ്പം അത് നിരാശയില്ല. ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധം. അതെ അതെ, ആ ഒരു ആത്മബന്ധത്തെ നമുക്ക് മുറിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഓക്കെ ഓക്കെ. ഇവിടെ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ ഈ ഷെൽഫിൽ അനേകം ട്രോഫികളിരിക്കുന്നു. പല കോമ്പറ്റീഷന് കിട്ടുകയെന്ന് എനിക്ക് മനസ്സിലായി. അതെ അതെ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഭയങ്കരം. ഞാൻ അങ്ങ് ഈ പറഞ്ഞ UCYF കോമ്പറ്റീഷനിൽ അതിൻ്റെ തുടക്കം മുതൽ ഫിനാലെ വരെ പാടാൻ അങ്ങനെ പാടിയ ദൈവം അവിടെയൊക്കെ മാനിച്ചു. കാരണം 100 പേര് മത്സരിക്കാനുള്ളവർക്ക് ആ 100 പേരുടെ ഇടയിലും കർത്താവിൻ്റെ ഒരു കരമുണ്ടായിരുന്നു. അവിടെയെല്ലാം ദൈവം ഉയർത്തി. അപ്പം അതിലേക്ക് ആരാ ഗൈഡ് ചെയ്തത് ആ ഒരു കോമ്പറ്റീഷനിലേക്ക്? പപ്പായുടെ മമ്മിയുടെയും ഗൈഡൻസ്, പിന്നെ കൂടെ എല്ലാം പാർട്ടിയുടെ എല്ലാവരുടെയൊക്കെ ഗൈഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ. ഫ്യൂച്ചറിൽ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ്? കർത്താവിന് വേണ്ടി ഈ പാട്ടിലൂടെ തന്നെ ഒരുപാട് പേരെ കർത്താവിന് വേണ്ടി നേടാം. ഇനി കർത്താവ് അയക്കുന്ന ഇടങ്ങൾ, പ്രത്യേകിച്ച് ഈ കേരളം മുഴുവൻ, ലോകം മുഴുവൻ കർത്താവിന് ഉയർത്തണം. അത്രമാത്രമാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഓക്കെ. ദൈവം അനേക സ്റ്റേജുകളിൽ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ഒരു അനുഗ്രഹമായി, ദൈവത്തിലേക്ക് അടുക്കാൻ ഒരു വഴിയായി പ്രിയ സഹോദരിയെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ അറിയുന്ന ആളുകൾ കർത്താവിനെ അറിയണം. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന. ഒരു പക്ഷേ ഞങ്ങളെ പോലെ കാഴ്ചയുള്ളൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും ഒരു ജോലിയിൽ മാത്രം മുഴുകി മുന്നോട്ട് പോകേണ്ട സ്ഥാനത്ത് ഈ ഒരു കുറവുകൊണ്ട് അനേകർക്ക് ആശ്വാസമായി, അനുഗ്രഹിക്കപ്പെട്ട അനേക ഗാനങ്ങളിലൂടെ, പ്രത്യാശ നൽകുന്ന അനേകം ഗാനങ്ങളിലൂടെ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ഈ ഒരു കുറവ് സഹായിച്ചു എന്നുള്ളത് സത്യമല്ലേ? അത് വളരെ സത്യമാണ്. കാരണം ഈ ഒരു കുറവ് സഹായിച്ചു എന്നുള്ളത്. ഫാനിമോളെ പറ്റി കേൾക്കുവാനും ഫാനിമോളുടെ കുറേ പാട്ടുകൾ കേൾക്കാനും ഒക്കെ ഇടയായി. ദൈവം വളരെ അത്ഭുതകരമായിട്ട് ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് മോളെപ്പറ്റി? മോളെപ്പറ്റി പറയാനാണെങ്കിൽ അവളുടെ ഈ ബലഹീനത ഉണ്ടെങ്കിലും ആദ്യമൊക്കെ ഞങ്ങൾക്ക് വളരെ പ്രയാസമായിരുന്നു. മുന്നോട്ടുള്ള കാര്യങ്ങൾ ഭാവി എങ്ങനെയാകും എന്നൊക്കെയുള്ള വളരെ പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അവളെക്കുറിച്ച് അഭിമാനമുള്ളൂ. ഞങ്ങൾക്ക് ആ പ്രയാസമില്ല, സന്തോഷമുള്ളൂ. കാരണം ദൈവത്തിന് വേണ്ടി ഇത്രയും പ്രയോജനപ്പെടാൻ പറ്റുന്നുണ്ടല്ലോ, അത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ ചിന്തിക്കും ഞങ്ങളുടെ കാലശേഷം എങ്ങനെയാണ്, ആദ്യമൊക്കെ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ചിന്തയില്ല. ദൈവം നടത്തിക്കോളും, ദൈവം കരുതിക്കോളും. കാരണം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതാണ്. അപ്പം ദൈവം അതിൻ്റെ അവളുടെ ഭാവി ദൈവം കരുതിക്കൊള്ളും എന്നുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. എത്ര മക്കളാണ് ഉള്ളത്? 3 പേര്. 3 പേര്. മറ്റവർ 2 പേരും? അവർ 2 പേരും കാനഡയിലാണ്.
എന്ന് മുതലാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? എനിക്ക് തോന്നുന്നത് ഇവർ പ്രിമിച്ചറായിരുന്നു ജനിച്ചപ്പോൾ, 7 മാസമായപ്പോഴാണ് ജനിച്ചത്. അപ്പം ജനിച്ചപ്പോൾ തന്നെ ഒരു ആദ്യം ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ ഒരു ഡോക്ടറാണ്ട് അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഒരു ഇതിൻ്റെ ഐയുടെ ഒരു കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരാരും അറിഞ്ഞില്ല. ഞാനൊന്നും ഇല്ലായിരുന്നു സ്ഥലത്ത്, ഞാൻ മസ്കറ്റിലായിരുന്നു. അപ്പോൾ ഇവരറിഞ്ഞില്ല. ഒരു 3 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്ന് നോക്കിയിട്ട് പറഞ്ഞ് 1.5 മാസം ശേഷം അതല്ല, ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴും അവർ ഡോക്ടറെ നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞില്ലേ നിങ്ങൾ ഇതിനെ കൊച്ചിനെ കൊണ്ടുപോയി കാണിച്ചില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ അതിന് ചെന്നപ്പോഴാണ്, ആണോ ചെക്കപ്പിന് ചെന്നപ്പോഴാണ് 3 ദിവസം കഴിഞ്ഞൊന്നും അറിഞ്ഞില്ല. ഇല്ല, 1.5 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ഫർദർ ചെക്കപ്പ് ഉണ്ടല്ലോ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള, അന്നേരം ചെന്നപ്പോഴാണ് ഡോക്ടറെ കേസിട്ടാൻ നോക്കിയിട്ട് പറയുന്നത്. ഓ അത് ശരി, കാണിച്ചില്ലേ? അപ്പം പീഡിയാട്രീഷ്യനെ കൂടെ കാണിക്കാനായിട്ട് ഞാൻ പിള്ളേരെയും കൂടെ കൊണ്ടുപോയി പീഡിയാട്രീഷ്യനെ കൊണ്ട് കാണിച്ചപ്പോഴാണ് ആ ഡോക്ടറെ പറയുന്നത് നിങ്ങളെ എവിടെയെങ്കിലും കൊണ്ടുപോയോ എന്ന് ചോദിച്ചു. എന്തിനാ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? പേഷ്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നതന്നെ കാണിച്ചു. പക്ഷെ ഇത് ജനിച്ച സമയത്ത് അത് ചെയ്തിരുന്നെങ്കിൽ ആ പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ പറ്റിപ്പോയതാ ശരിക്കും. അവിടുത്തെ ഡോക്ടേഴ്സ് തമ്മിലുള്ള അത് നിങ്ങൾ അറിയാതെ പോയി. പക്ഷെ അവർ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ നിങ്ങളെ മനസ്സിലാക്കി അവർ എഴുതിയിരുന്നു, എഴുതിയും വെച്ചിരുന്നു. പക്ഷേ എന്നിട്ട് നമ്മളോട് പറയണ്ടേ, ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നഴ്സസോ ആരെങ്കിലും നമ്മളോട് പറയണ്ടേ? നമ്മളോട് ആരും പറഞ്ഞില്ല. നമ്മള് 22 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് ഡിസ്ചാർജ് ആയത്. പ്രിമച്ചുറായിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നേച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ 45 ദിവസം ആയപ്പോഴത്തേക്ക് ചെല്ലുമ്പോഴാണ് ഡോക്ടർ ചോദിച്ചത് എവിടെയെങ്കിലും കൊണ്ടുപോയോ. എന്തിനാ ഡോക്ടർ ആ ടൈമിൽ ഒരു ഓപ്പറേഷൻ ചെയ്തിരുന്നെങ്കിൽ സംഭവം ഈ ഡാമേജ് ആകത്തില്ലായിരുന്നു. അങ്ങനെ പ്രഷർ ഉണ്ടായിട്ട് ഇങ്ങനെ ഡാമേജ് ആയതാ. ഇതുവരെ പഠിച്ചു? അവള് 7 വരെ പോയിട്ടുള്ളു. അവള് കാഞ്ഞിരപ്പള്ളി ബ്ലൈൻഡ് സ്കൂളിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് അവർ സാധാരണ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം മോളെ കൊണ്ട് അങ്ങനെ ഒരു ഇതില്ല. അവിടെ ഹോസ്റ്റലിൽ നിന്നാലും വേറെ സ്ഥലത്ത് ഉണ്ടാക്കണം. പിന്നെ അങ്ങനെ തിരിച്ച് കൊണ്ടുപോകുന്നു. പിന്നെ ഞങ്ങൾ നേരെ അങ്ങ് മസ്കറ്റ് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് അവിടെ ആയിരുന്നു. അവിടെ വെച്ചാണ് പാടുന്ന ആ ഒരു പാട്ടിലേക്ക് അതെങ്ങനെയാ, അതിനെ പറ്റി ഒന്ന് പറയാമോ? അത് നമ്മളിവിടെയൊക്കെ വീട്ടിലൊക്കെ ഇരുന്ന് പാടുന്നെങ്കിലും സാധാരണ രീതിയിൽ പാടുമ്പം അങ്ങനെ വലിയ പാട്ടൊന്നും അല്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എല്ലാവരും കൂടെ പാടുമല്ലോ. അപ്പോൾ ഇയാൾ അടുത്തിരിക്കുന്ന ആൾക്ക് കേൾക്കാം, നല്ല ഈണത്തിൽ പാടുന്നുണ്ട്. നമ്മൾ പാട്ട് നിർത്തി അവളും നിർത്തും. അവൾ ഒറ്റയ്ക്ക് പാടത്തില്ല. അങ്ങനെ പതിയെ നമ്മുടെ ശബ്ദത്തെക്കാൾ താഴ്ന്ന ശബ്ദത്തിൽ അവൾ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ തിരിച്ച് മസ്കറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞ് അവിടെ വെച്ച് ഇങ്ങനെ പാടുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ട് പതിയെ ഇങ്ങനെ ചോദിച്ച് വേറെ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ മാത്രം ഉള്ളപ്പോൾ പാടിച്ച് അങ്ങനെയായിട്ട് ഒരു ദിവസം നമ്മൾ ചർച്ചിൽ പാടാവോ എന്ന് ചോദിച്ചു. അന്നേരം പാടാന്ന് പറഞ്ഞു. അന്ന് ആദ്യം പാടിയ പാട്ടായി സത്യനായക ചർച്ചിൽ. നന്നായി പാടി. അതിപ്പോ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ പാടിയത്. അത് ഓർമ്മയിൽ നിന്നു. ആ പാട്ട് ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നുള്ളൂ. ഇപ്പൊ മറ്റേ എഴുതിയ പാട്ടെന്ന് പറയുന്നത് ഇവളുടെ മനസ്സിലുണ്ടെന്ന് അറിയത്തില്ല. പിന്നെ അത് ഞങ്ങളങ്ങ് വിട്ട് പിന്നെ കുറച്ചൊക്കെ എന്നാലും 2-3 പ്രാവശ്യം പാടി. പിന്നെ അതേപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ലായിരുന്നു. പിന്നെ വേറെ പാട്ടിലേക്ക് ഇങ്ങനെ ശ്രദ്ധ പോകുന്ന കാരണം പിന്നെ ഇത് നമ്മൾ കാര്യമായിട്ട് എടുത്തേ ഇല്ല. ഇതിപ്പോൾ ഇവിടെ മനസ്സിലുണ്ടെന്ന് ഇപ്പം പാടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവിടെ വെച്ചല്ലേ ഒരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്തത്. അതാണ് അവളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇവിടിങ്ങനെ വീടിനകത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ പിന്നെ കടയിലൊന്നും പോകുമ്പോൾ കൊണ്ടുപോകത്തില്ല, വീട്ടിൽ തന്നെ ഒതുങ്ങിയിരുന്നുള്ള ഇതായിരുന്നു. ആ ഒരു കോമ്പറ്റീഷൻ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ പാഷ പറഞ്ഞ് ഫാനിയെ ഒന്ന് മത്സരത്തിന് ഞങ്ങളപ്പോൾ ആലോചിച്ചു മത്സരത്തിന് പാടാനൊന്നും അവൾക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ലല്ലോ എന്ന് കരുതി. ഇല്ല നമുക്ക് ചുമ്മാ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഭാഷ നിർബന്ധിച്ചപ്പം പോയി ചേർന്നു. അങ്ങനെ ഒരു 100 പേരോളം ഉണ്ടായിരുന്നു. കൂടെ പാടുന്ന അവർക്കൊന്നും ഒരു പ്രശ്നമുള്ളവരല്ല, അവർ നോർമൽ അവരുടെ കൂടാണ് ഇയാളെ മത്സരിച്ചത്. ഈ ഒരാളെ ഉള്ളു ഇങ്ങനെ വിഷയമുള്ള, ആർക്കും ഒരു വിഷയമില്ല. അത് എല്ലാ ഏജ് കാറ്റഗറിയും ഉണ്ടായിരുന്നു. അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ്. അവളെ ദൈവം പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ഒരു കോമ്പറ്റീഷൻ, ആ UC വൈഫ് എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ എല്ലാ ക്രിസ്ത്യൻസും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു കോമ്പറ്റീഷൻ. ബെന്തിക്കോസ് എന്നുള്ള
മക്കളല്ല, എല്ലാവരും കൂടെ ചേർന്ന്. ചിക്കു കുര്യാക്കോസിനെ കേട്ടു. മരിച്ചു. മരിച്ചു. പുള്ളിക്കാരൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നടന്ന ഒരു കോമ്പറ്റീഷൻ. ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട്, മ്യൂസിക് ട്രൂപ്പ്. അവരായിട്ട് പുള്ളിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയ മത്സരം. പക്ഷെ അതിന് ഇവർക്ക് എന്നായിരുന്നു ട്രഷർ മസ്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കിട്ടി. ആ ദൈവത്തിന്റെ പ്ലാൻ അത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും നടത്തുമെന്ന് പറഞ്ഞു. അതിനുശേഷം കോമ്പറ്റീഷൻ നടന്നിട്ടില്ല, ഒറ്റ തവണ നടന്നു. അന്ന് പുറത്ത് വന്നു, ദൈവം പുറത്താക്കി കൊണ്ടുവന്നതാ. അങ്ങനെ അകത്തിരിക്കേണ്ട സ്റ്റേജിൽ പാടാൻ പോകുന്നതാ മത്സരത്തിന്. ആദ്യമായിട്ടൊരു ഇതിൽ പാടാൻ പോയി. അത് 2, 3, 4 സ്റ്റേജായിട്ടായിരുന്നു. അതിന് മുന്നേ ഒരിക്കലും ഒരു വെളിയിലൊന്നും പോയി പാടുകയോ ഒരു സ്റ്റേജിൽ പാടുകയോ കോമ്പറ്റീഷന് പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കീബോർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയത് അവിടെ വെച്ച് തന്നെ കോമ്പറ്റീഷന് ഒന്നാമത് വന്നപ്പോൾ മറ്റേ മോള് ട്വിൻ സിസ്റ്റർ ഉണ്ടല്ലോ, അവളന്ന് ചെന്നൈയിൽ വർക്ക് ചെയ്യായിരുന്നു. അവൾ അന്നേരം ഒരു ഗിഫ്റ്റായിട്ടൊരു കീബോർഡ് മേടിച്ചു കൊടുത്ത. ഞാൻ പിന്നെ ശ്രദ്ധിച്ച വേറൊരു പ്രത്യേകതയാണ്, സംസാരിക്കുമ്പോൾ അത്രയും ഒരു ഫ്ലുവൻ്റ് അല്ല, പക്ഷെ പാടുമ്പം വളരെ കൃത്യതയോടുകൂടി പദങ്ങളോ വാചകങ്ങളോ ഒന്നും തെറ്റാതെ വളരെ കൃത്യതയോടുകൂടി പാട്ടിന്റെ ഒരു ലൈൻ പോലും തെറ്റത്തില്ല. അതായത് എത്ര സ്റ്റാൻസുള്ള പാട്ട്, നമ്മുടെ പഴയ പാട്ടുകൾ പോലും വീട്ടിലൊക്കെ എടുത്ത് വെച്ച് പാടുമ്പോഴേ ഞങ്ങൾ എടുക്കുമ്പോൾ ഒരു 6-7 സ്റ്റാൻസ് അതിനകത്ത് കാണും. ഞങ്ങൾ കറക്റ്റായിട്ട് ആ സ്റ്റാൻസ് എല്ലാം പാടും. ഞങ്ങൾക്ക് നോക്കി പാടുമ്പോൾ പോലും ചിലപ്പോൾ അത് തെറ്റും. ചിലപ്പോൾ നമ്മൾ ഒരു 10 വർഷത്തിന് മുന്നേ 10-15 വർഷത്തിന് മുന്നേ ഒക്കെ നമ്മൾ പാടിയ പാട്ടുകൾ ഇപ്പൊ എല്ലാം പുതിയ പാട്ടുകളല്ലേ പാടുന്നത്. അതൊക്കെ എടുത്ത് വെച്ചിട്ട് പാടിയാൽ ഒന്നും തെറ്റത്തില്ല. അപ്പൊ അവരുടെ കഴിവല്ല ഈ പറയുന്നത്, ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇത് പറ്റത്തില്ല. ദൈവം കൊടുക്കാതെ നമ്മളായിട്ടൊന്നും ഓർത്ത് പറ്റുന്ന കാര്യമല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കീബോർഡ് പഠിക്കാൻ പോയിട്ട് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പോലും കഴിയാതെ എത്രയോ പേരുണ്ടെന്നറിയാം. ഇത് പഠിക്കുക പോലും ചെയ്യാതെ ഇത്രയും നന്നായിട്ട് പ്ലേ ചെയ്യാനും പാടുവാനും കഴിയാതാണ് ദൈവത്തിന്റെ അതിശയമാണ്. അതെ, ഇവള് ഈ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അതിശയം. ഇവളോട് ചർച്ചിലോട്ട് ചെല്ലുമ്പോഴത്തെ ഒരു പാട്ടെന്ന് പറയും ഏതാ സ്കെയില്, അത് മൈനർ, ബി, സി, ഡി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്നാ. അപ്പൊ ഈ നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പാടാനായിട്ട് വിളിക്കുമ്പോൾ ഒരു പ്രാക്ടീസ് ഇവിടെ എല്ലാ കൺവെൻഷനുകൾ നടന്നിട്ടുണ്ട്. ഇതുവരെ നടന്ന കൺവെൻഷനുകൾ ചെല്ലുക, സ്കെയില് പറയും, എന്നാന്ന് പറയും, അവരങ്ങ് തുടങ്ങും, ഇയാളങ്ങ് പാടും. ഇവിടെ നടന്ന എല്ലാ കൺവെൻഷനും ഒരു പ്രാക്ടീസ് ചെയ്ത് ഒരുമാതിരി ഈ അവിടെ ഇൻസ്ട്രുമെന്റ് ഒക്കെ പ്ലേ ചെയ്യുന്നവർക്ക് കൺഫ്യൂഷൻ കാണും, എങ്ങനെ പാടും, എന്തുമായിരിക്കും, എങ്ങനെയായിരിക്കും, ഒരു പ്രാക്ടീസും ഇല്ല. ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ നിൽക്കും. കയറി ഇന്ന പാട്ടാ ഏതാ സ്കെയില്, സ്കെയില് പറയും, സ്കെയില് എന്നൊക്കെ പറയും. അവര് തുടങ്ങും. അതിനകത്ത് അവർ എന്നാ ബീജം വായിച്ചാലും ഒന്നും ഒരു പ്രശ്നമില്ല, എല്ലാം കറക്റ്റായിട്ട് അങ്ങ് പാടും. അത് പാടി കഴിയുമ്പോൾ അവരൊക്കെ പലരും അത്ഭുതം പറഞ്ഞു, ഇത് എങ്ങനെയാണ് സാധിക്കുന്നത്, ഞങ്ങളൊക്കെ എത്ര പ്രാക്ടീസ് ചെയ്തു. റീസെൻ്റ്ലി നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, കാനഡയിൽ പോയിരുന്നല്ലേ? ഒരു വർഷം കാനഡയിലായിരുന്നു. അവിടെയും ഈ ഇതുപോലൊക്കെ തന്നെയായിരുന്നോ? ഇതുപോലെ അവിടുത്തെ ചർച്ചിലും മലയാളവും ഇംഗ്ലീഷും രണ്ടായിട്ടുണ്ട്. ഓക്കെ, മലയാളത്തിൽ വർഷിപ്പില് ഉണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് ചർച്ച് ഇവർക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു മ്യൂസിക്കൽ ഒരു പ്രോഗ്രാം പോലെ നടത്തിയായിരുന്നു. 10 പാട്ട് ഇയാള് മാത്രമായിട്ട് ഒരു പ്രോഗ്രാമായിട്ട് നടത്തി. എന്നിട്ട് പോന്നപ്പോൾ അവിടെ നിന്ന് ഒരു സ്പെഷ്യൽ സെൻഡ് ഓഫ് ഒക്കെ കൊടുത്താറുണ്ട്. കാരണം അവിടുത്തെ പാസ്റ്റർ ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒരു വിസിറ്റിങ്ങിന് വന്ന ആർക്കും ഇങ്ങനെ കൊടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞിട്ട്. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് ഒത്തിരി സന്തോഷം. പ്രിയമ്മളെ വീണ്ടും ദൈവം അത്ഭുതപരമായ കരങ്ങളിൽ എടുത്ത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പാട്ടുകൾ എഴുതാനോ താല്പര്യമുണ്ടോ? ഇല്ല, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും വരികൾ വരികയോ ചിന്തകൾ അങ്ങനെ വരികയോ ചെയ്തിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. അത് ഞാൻ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തോന്നുന്ന ആ വരി ഞാനത് പറഞ്ഞത് പാടുന്നത്, യേശുവേ ദാവീദ് പുത്ര അത്യുന്നതങ്ങളിൽ വസിക്കും, ദൈവത്തിനേകജാതനെ എന്നോട് കരുണ തോന്നണമേ എന്നുള്ളൊരു പാട്ട്. അതൊരു പ്രാർത്ഥനാ ഗീതമായിട്ടാണ് ഞാൻ പാടുന്നത്. അത്യുന്നതങ്ങളിൽ വസിക്കും, ദൈവ
പുത്ര അത്യുന്നതങ്ങളിൽ വസിക്കും. ദൈവത്തിൻ ഏകജാതനെ എന്നോട് കരുണ തോന്നേണമേ. എന്നോട് കരുണ തോന്നേണമേ. എന്നോട് കരുണ തോന്നേണമേ. ജീവകാ